ബിഗ് ബോസ് മലയാളം സീസൺ 8 യെസ് അഗ്നിപരീക്ഷയുടെ പ്രൊമോ വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്രാവശ്യം പ്രൊമോ വന്നപ്പോൾ ബിഗ് ബോസിലേക്കുള്ള വാതിൽ തുറക്കാൻ ധൈര്യമുള്ള ആരൊക്കെയുണ്ട്? ഒരു ഹീറോ ഫോക്കസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലെവലിലായിരുന്നു അഖിൽ മാരാറിന്റെ എൻട്രി. സാമ്പത്തികമായ നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് അഖിൽ മാരാറിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഏഷ്യാനെറ്റ് ഇപ്പോഴും അപ്പൊ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് അഖിൽ മാരാർ എന്തായാലും അഗ്നി പരീക്ഷയിൽ ഉണ്ടാകും. തീക്കളിയാണ്, അത്ര എളുപ്പമല്ല. ബിഗ് ബോസ് പോലെ തന്നെ ടഫാണ് അഗ്നിപരീക്ഷ. ജഡ്ജിംഗ് പാനൽ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. അഖിൽ മാരാറും രഞ്ജിനി റിയ സലീം ഈ ഒരു കോംബോയും എങ്ങനെ വർക്ക്ഔട്ട് ആവും? രഞ്ജിനി ഹരിദാസ് ആരുടെ സൈഡ് നിൽക്കും? ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടോ? അപ്പൊ റിയ സലീമും അഖിൽ മാരാറും തമ്മിൽ എന്തായാലും ഒരു ക്ലാഷ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 യെസ്, നമ്മൾ അതായിരുന്നു ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പല എപ്പിസോഡുകളിലായിട്ട് പല ചർച്ചകൾ, ചൂടേറിയ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വരുന്നത് അഗ്നിപരീക്ഷയുടെ പ്രൊമോ വന്നിട്ടുണ്ട്. 1ഉം 2ഉം പ്രൊമോകൾ ഇങ്ങനെ നിരന്തരം യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അറിയാം, എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എന്താണ് അഗ്നിപരീക്ഷയുടെ സസ്പെൻസ്, എന്താണ് അഗ്നിപരീക്ഷയുടെ സീക്രട്ട് എന്നൊക്കെ അറിയാൻ. യെസ്, പക്ഷേ ഇപ്രാവശ്യം പ്രൊമോ വന്നപ്പോൾ നമ്മളെ ജഡ്ജസിനെ റിവീൽ ചെയ്യുന്ന പ്രൊമോ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, അഖിൽ മാരാർ ഫസ്റ്റ് തന്നെ ആ ഒരു പ്രൊമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മാസ് എൻട്രിയാണ് അഗ്നിമാരാർ. അപ്പോൾ ജഡ്ജസിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട്. അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ് ആൻഡ് റിയ സലീം ഇവർ 3 പേരുമാണ് അഗ്നി പരീക്ഷയുടെ ജഡ്ജസ്. വളരെ ഇൻട്രസ്റ്റിംഗ് പാനലാണ് കേട്ടോ. കാരണം ഇവർ 3 പേരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്, പല കോൺട്രവേഴ്സീസിലുമുള്ള ആൾക്കാരാണ്. അവരുണ്ടായിരുന്ന കഴിഞ്ഞ സീസൺസിലെല്ലാം അവരുടെ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡ് അവരെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ആ സീസണിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു മാർക്കും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. 3 പേരും 3 ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഓഫ് കോഴ്സ് അവർ ബിഗ് ബോസിൽ ഒരുമിച്ചുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പല കോൺട്രവേഴ്സീസ് പുതിയതുണ്ടായേനെ. പക്ഷെ ഇപ്രാവശ്യം എന്തുകൊണ്ടോ പ്രൊമോ വന്ന സമയത്ത് എനിക്ക് അഖിൽ മാരാറിനെ കുറച്ചും കൂടെ പ്രൊമോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം അഖിൽ മാരാറിൻ്റെ ഒരു എൻട്രി, ആ ഒരു മാസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു, വളരെ ത്രില്ലായിരുന്നു. ഒരു ഹീറോ ഫോക്കസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ലെവലിലായിരുന്നു അഖിൽ മാരാറിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് ഫോർ ദിസ് പ്രൊമോ. അപ്പോൾ അഗ്നിപരീക്ഷയുടെ പ്രൊമോ വന്ന സമയത്ത് ഇങ്ങനെ ഒരു എൻട്രി അഖിൽ മാരാറിന് കൊടുത്തത് കൊണ്ട് എനിക്ക് തോന്നണത് ഇപ്രാവശ്യം ചിലപ്പോൾ അഖിൽ മാരാറിന് ഒരു കോൺസെൻട്രേഷൻ കൂടുതൽ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അഗ്നിപരീക്ഷയിലൂടെ അതിന് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു എൻ്റെ ഡൗട്ടാണ്. നമ്മൾ പറയുമ്പോൾ അഖിൽ മാരാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാലത്ത് തൻ്റെതായ നിലപാട് എല്ലാ കാര്യത്തിലും വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. എന്തൊരു വിഷയം വന്നാലും തൻ്റെ നിലപാട് ഇങ്ങനെ പറയും, പബ്ലിക്കിൽ വന്നിട്ട് പറയും. എല്ലാവരും ഒരു മാസ് ഗ്രൂപ്പ് ഓഫ് സപ്പോർട്ടേഴ്സ് തന്നെ അഖിൽ മാരാറിന് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ബിഗ് ബോസിൽ കയറിയതിന് ശേഷം മുതൽ അഖിൽ മാരാറിന് വീണൊരു പേരാണ് നിലപാടില്ലായ്മയുടെ രാജകുമാരൻ എന്ന്. കാരണം പല നിലപാടുകളും നിരന്തരമായി മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ. ആദ്യം ബിഗ് ബോസിൽ പോവില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ബിഗ് ബോസിൽ നമ്മൾ കാണുന്നു വിന്നറായി തിരിച്ചു വരുന്നു. അതിനുശേഷം ഉണ്ടായ പല കാര്യങ്ങളിൽ പോലും ഒരു സ്ഥലത്ത് ഒരു നിലപാട് പറഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റി പറയും എന്നുള്ളത് നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പല ആളുകൾ ഇങ്ങനെ പറയുകയുണ്ടായി, പല ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്ത്. പിന്നെയാണ് അഖിൽ മാരാറിനെ നമുക്ക് പൊളിറ്റിക്സിൽ കാണാൻ പറ്റിയത്. പൊളിറ്റിക്സിലും വന്ന സമയത്ത് നിരവധി കോൺട്രവേഴ്സീസ് ഇപ്പം ഈ അടുത്ത് തന്നെ നമ്മൾ കേട്ടിരുന്നു. അതിലും പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി. അപ്പം എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇങ്ങനെ നിലപാടുകൾ മാറ്റുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കെ തന്നെ അഖിൽ മാരാറിന് എന്തുകൊണ്ട് അഗ്നിപരീക്ഷയുടെ ജഡ്ജായിട്ട് ഇരിക്കാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അഖിൽ മാരാർ വരും എന്ന് ആക്ച്വലി അറിയാമായിരുന്നു. കാരണം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല, ഇപ്പം ഈ അടുത്ത് അഖിൽ മാരാർ ഒരു പ്രസ് മീറ്റ് അല്ല, ബട്ട് പ്രസ്സുകൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റിൻ്റെ ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാർട്ടി റിലേറ്റഡ് ഇഷ്യൂ ആണ് അഖിൽ മാരാർ സംസാരിച്ചെങ്കിൽ പോലും അതിലൊരു ഹിന്റ് ഉണ്ടായിരുന്നു. സാമ്പത്തികമായി
സാമ്പത്തികമായി ഈ പറയുന്ന പോലെ കിറ്റക്സിന്റെ ഉടമയായ സാബു അഖിൽ മാരാർ തമ്മിൽ കുറച്ച് ഇഷ്യൂ പാർട്ടി റിലേറ്റഡ് 2020 പാർട്ടി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ അഖിൽ മാരാറിന് സാമ്പത്തികമായി കുറേ പ്രശ്നങ്ങൾ, പ്രൊഫഷണലി പ്രശ്നങ്ങൾ, മെന്റലി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അഖിൽ മാരാർ തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഖിൽ മാരാർ പറഞ്ഞിരുന്നു, എനിക്ക് സാമ്പത്തികമായി വളരെയധികം നഷ്ടം 2020 വന്നതിന് ശേഷം എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടായില്ല. കാരണം ബിഗ് ബോസ് പോലെയുള്ള ഒരു റിയാലിറ്റി ഷോയുടെ വിന്നറായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് ആണ് നമ്മൾ കണ്ടത്. ഫിനാൻഷ്യലി, ഫ്ലാറ്റ്, കാറ്, ഇതെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടു. പക്ഷെ അതിനുശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാറൊക്കെ വിൽക്കേണ്ട സിറ്റുവേഷൻ വന്നു, സാമ്പത്തികമായ നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും കൂടെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് അവർ ഒത്തിരി വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഏഷ്യാനെറ്റ് അഖിൽ മാരാറിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഏഷ്യാനെറ്റ് ഇപ്പോഴും സാമ്പത്തികമായി അഖിൽ മാരാറിന് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു ഹിന്റ് പോലെ ആ ഒരു ബൈറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് അഖിൽ മാരാർ എന്തായാലും അഗ്നി പരീക്ഷയിൽ ഉണ്ടാകും എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് നേരത്തെ ആ ഒരു ക്ലൂ കിട്ടിയിരുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് അത് മനസ്സിലായി നമുക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് തോന്നിയിട്ടുണ്ടാവാൻ. പക്ഷെ കമൻറ്റ് സെക്ഷനിലൊന്നും ഞാൻ ആ ഒരു ഡൗട്ട് ആരും പറഞ്ഞതായി കേട്ടില്ല. ഞങ്ങൾക്ക് അതേതായാലും മനസ്സിലായിരുന്നു. അപ്പോൾ അഗ്നിപരീക്ഷ എന്ന് പറയുന്നതിൽ അഖിൽ മാരാറിനൊരു ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ടെന്ന് നമുക്ക് അന്ന് തന്നെ മനസ്സിലായി. അതിനുശേഷം ഇപ്പോൾ പ്രൊമോ വന്നപ്പോഴാണ് നമ്മളത് കുറച്ചും കൂടെ ഉറപ്പിച്ചത്. നിങ്ങൾക്കും അതൊരു ഉറപ്പായത് യെസ് അഖിൽ മാരാർ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ പാനലിൽ ഈ ജഡ്ജിങ് പാനൽ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. കാരണം രഞ്ജനി ചേച്ചി ആയിക്കോട്ടെ, റിയ സലീം ആയിക്കോട്ടെ, ഇവരെല്ലാം ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് നടന്ന പ്രൊട്ടസ്റ്റിൽ ഉൾപ്പെടെ അവരുടേതായ നിലപാട് ജെൻസി പ്രൊട്ടസ്റ്റിനെ അനുകൂലിച്ചും ഒക്കെ വളരെ രഞ്ജനി ചേച്ചി ആണെങ്കിൽ അവിടെ ആ ഇഷ്യൂ നടക്കുന്നിടത്ത് പോയി തൻ്റെ സപ്പോർട്ട് പറഞ്ഞ ഒരാളൊക്കെയാണ്. പക്ഷേ അഖിൽ മാരാർ എന്നാൽ നേരെ തിരിച്ചായിരുന്നു. അപ്പം അഖിൽ മാരാറും രഞ്ജിനി, റിയ സലീം ഈ ഒരു കോംബോയും എങ്ങനെ വർക്കൗട്ട് ആവും? കാരണം ഇവരുടെ നിലപാടുകൾ തമ്മിൽ ഒരിക്കലും ഇതുവരെ യോജിച്ചു പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് റിയ സലീമും അഖിൽ മാരാറും കൂടെ വരുമ്പോൾ അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ രഞ്ജിനി ഹരിദാസ് ആരുടെ സൈഡ് നിൽക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ വരും. കാരണം ഇപ്പോൾ കമ്മ്യൂണിറ്റി റിലേറ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, റിയ സലീമിൻ്റെതായ ഒരു നിലപാടുണ്ട്. കുറച്ചും കൂടെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഡിഫറെൻറ്റ് തോട്ടുള്ള ഒരാളാണ്. അപ്പോൾ റിയ സലീമും അഖിൽ മാരാറും തമ്മിൽ എന്തായാലും ഒരു ക്ലാഷ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ഇതിൽ രഞ്ജിനി ഹരിദാസ് എങ്ങനെ ഇതിനെ, കാരണം ചേച്ചിയുടെ ഒരു നിലപാട് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന റിയ സലീമായിട്ടായിരിക്കും കുറച്ചും കൂടെ ഒന്ന് അടുത്ത് നിൽക്കാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചാൽ അഖിൽ മാരാർ ഇവരോടൊറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം അഗ്നിപരീക്ഷ ശരിക്കും കോമണേഴ്സിനുള്ള ഒരു കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും അതിൽ അഖിൽ മാരാറിന് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ തൻ്റെ പ്രതിച്ഛായ തിരിച്ചു പിടിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് അഖിൽ മാരാറിൻ്റെ ഒരു ഇമേജിനൊക്കെ അധികം നല്ല രീതിയിൽ കോട്ടം വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നിലപാടിൻ്റെ ഇഷ്യൂ, പാർട്ടിയുടെ ഇഷ്യൂ, അങ്ങനെ കുറേ അധികം ഇഷ്യൂസ് വന്നതിന് ശേഷം അഖിൽ മാരാറിനെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു ഷോയിൽ നമുക്ക് അഖിൽ മാരാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കാൻ കൂടെ കിട്ടുന്ന ഒരു ചാൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കാരണം ഇതിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അടുത്ത് പ്രസവത്തിൻ്റെ ഇഷ്യൂ ഉൾപ്പെടെ വരെ അഖിൽ മാരാറിന് കോൺട്രവേഴ്സികൾ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഷോയിലൂടെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ചും കൂടെ നിലപാടുകളിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ അഗ്നിപരീക്ഷ അഖിൽ മാരാറിന് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. കാരണം കോമണേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ജഡ്ജസോ ഇവർക്കാർക്കും ബാക്കിയുള്ള ജഡ്ജസിനൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ചിലപ്പോൾ അഖിൽ മാരാറിന് ഈ ഒരു ഷോ കൊണ്ട് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം എന്തായിരിക്കും അഗ്നിപരീക്ഷയിൽ നടക്കാൻ പോകുന്നത്. പക്ഷെ പ്രൊമോ വന്നതോടുകൂടി ഒരു കാര്യം എനിക്ക് ക്ലിയർ ആയി, ഇതിൽ അഖിൽ മാരാറാണ് ഫോക്കസ്, അഖിൽ മാരാറാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ. എന്തായാലും അഖിൽ മാരാർ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ എങ്ങനെ നയിക്കും എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആണെന്നറിയാം. അഖിൽ മാരാർ ജഡ്ജായി വരുന്നതും ഈ ഷോ അഖിൽ മാരാർ നയിക്കുന്നതിലും എന്നെ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടെ കമന്റ് സെക്ഷനിൽ അറിഞ്ഞാൽ നമുക്ക് അതെങ്ങനെയാണെന്നൊന്ന് വിലയിരുത്താം. അഖിൽ മാരാറിന്റെ അടുത്തൊരു സ്ട്രാറ്റജി എന്തായിരിക്കും?